സൗദി എയർലൈൻസ് മുഖേനയാണ് 400ഓളം പേരുള്ള വളണ്ടിയർ സംഘം സൗദി അറേബ്യയിലെത്തിയത്. 7500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന പേരിൽ സൗദി എയർലൈൻസ് സ്റ്റാഫായ ഹസൻ എന്നയാൾ ഓരോരുത്തരിൽ നിന്നും വാങ്ങിയിരുന്നു. ദിവസം 12 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ടും ഇവർക്ക് സമയത്തിന് ഭക്ഷണം പോലും ലഭിച്ചില്ല. ശമ്പളമായി നിശ്ചയിച്ചിരുന്ന 1000 റിയാൽ മുഴുവനായി നൽകിയില്ല. തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു വാങ്ങിയ 7500 രൂപയുടെ കാര്യത്തിലും എയർലൈൻസ് കൈമലർത്തി. ഇവിടെ അവരുടെ മെയിൻ ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത്, ഇന്ന് വരെ ഞങ്ങൾ അങ്ങനത്തെ ഒരു ക്യാഷേ വാങ്ങിയിട്ടില്ല, നിങ്ങൾ വാങ്ങിയ ആൾക്കാരുടെ അടുത്ത് വാങ്ങിക്കോളി എന്നാണ് പറഞ്ഞത്. അസൻക എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങളെ കൊണ്ടുപോയത് പറഞ്ഞത്. അവരോട് ഞങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്ത് ക്യാഷ് വന്നിട്ടില്ലല്ലോ, ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് കൊടുത്തത്, അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കോളി എന്ന്. അപ്പോൾ ഞങ്ങൾ ആരുടെ അടുത്ത ക്യാഷ് കൊടുത്തതിന് തെളിവുള്ളത്? ഇവരുടെ അടുത്ത് ഞങ്ങൾ കൊടുത്തതിന് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട്. ജോലിസ്ഥലങ്ങളിൽ പലർക്കും ശാരീരികവും മാനസികവുമായ പീഡനം അനുഭവിക്കേണ്ടി വന്നു. ജോലിക്കാവശ്യമായ തിരിച്ചറിയൽ കാർഡും നൽകിയില്ല. നാട്ടിൽ തിരിച്ചെത്തിയവരിൽ 48 പേരുടെ ലഗേജും കാണാതായിട്ടുണ്ട്. തട്ടിപ്പിനിരയായവർ കോഴിക്കോട് പറയഞ്ചേരിയിലുള്ള സൗദി എയർലൈൻസ് ഓഫീസിലെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്നും പോലീസെത്തി പ്രശ്നപരിഹാരം ഉറപ്പു നൽകി. 3 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ എയർലൈൻസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. മീഡിയ 1 കോഴിക്കോട്.